Hello everyone, welcome to another video of weekly updates from Inside Research Analytics. കഴിഞ്ഞ ഒരാഴ്ച ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഒരു യുദ്ധസമാനമായിട്ടുള്ള ഒരു വീക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിലുണ്ടായ സംഘർഷം വലിയ രീതിയിൽ പടർന്ന് അതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുമുണ്ട്. ജാപ്പനീസ് മാർക്കറ്റ്സുകൾ ഒഴികെ മിക്കവാറും എല്ലാ ഗ്ലോബൽ ഇക്വിറ്റികളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം അമേരിക്കൻ ടെക് സ്റ്റോക്കുകൾക്ക് ഒരു പോസിറ്റീവ് വീക്കായിരുന്നത്. ഓറക്കിൾ പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തു. മൈക്രോസോഫ്റ്റ് ആയാലും പുതിയ റെക്കോർഡിലേക്ക് മുന്നേറുകയാണ്. ഇതിന് പിന്നാലെ ഓറക്കിളിന്റെ സിഇഒ ലാരി എൽസൺ ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും ധനികനായ വ്യക്തിയെ മാറിയിട്ടുമുണ്ട്. ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ഇലോൺ മാസ്കും തേർഡ് പൊസിഷനിൽ വരുന്നത് മാർക്ക് സക്കംബർഗുമാണ്. ജാനുവരിയിൽ ട്രംപ് പ്രഖ്യാപിച്ച സ്റ്റാർഗേറ്റ് AI പ്രൊജക്റ്റാണ് വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ $500 ബില്യൺ മൾട്ടി ഇൻഡസ്ട്രി AI പ്രൊജക്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റോക്കുകൾ മൈക്രോസോഫ്റ്റ്, ഓറക്കിൾ എല്ലാം റെക്കോർഡുകൾ തൊട്ട് മുന്നേറുകയാണ്. ഈ പ്രൊജക്ട് വഴി ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇന്നോവേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ തുടങ്ങിയ നിരവധി മേഖലകളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നുമുണ്ട്. നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഈ ഒരു പോസിറ്റീവ് സ്റ്റോക്കുകളുടെ മൂവ്മെന്റുകൾ എല്ലാം തന്നെ ഈ ഒരു AI ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യലിനെ ആശ്രയിച്ചിട്ടുള്ളതാണ്. ഗോൾഡ് വീണ്ടും മുന്നേറും എന്നതിൽ ഒരു സംശയവുമില്ല. ഗോൾഡ്മാൻ സാഷസ് അടക്കം വലിയ ഫണ്ട് ഹൗസുകൾ ഒരു വലിയ പ്രവചനം നടത്തിയിരിക്കുന്നു. ഇത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ $4000 പെർ ഔൺസ് വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ്. സിൽവർ അതിന് തൊട്ടു പിന്നാലെ മുന്നേറുന്നുമുണ്ട്. കൂടെ കോപ്പർ, അലുമിനിയം, സിങ്ക് തുടങ്ങിയ നിരവധി കമ്മോഡിറ്റികൾക്ക് ഗ്ലോബൽ മാർക്കറ്റ്സിൽ വലിയൊരു ഇമ്പാക്ട് കാണാനും സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വലിയ ട്രെൻഡ് മാറ്റത്തിന്റെ തുടക്കമാണെന്ന് നിങ്ങൾക്കറിയാമോ? അതേസമയം ക്രൂഡ് ഓയിലിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല രീതിയിൽ റാലി കയറിയിട്ടുണ്ട്. $80 പെർ ബാരൽ വരെ എത്തി. ഇതിന്റെ വലിയൊരു കാരണം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷമാണ്. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച അത് $74.23 കുറഞ്ഞു. ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് അവർ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ക്ലോസ് ചെയ്യുമെന്നാണ്. ലോകത്തിലെ പാതി കയറ്റുമതി ഓയിലിന്റെ ഗേറ്റ് ആണിത്. അത് ലോക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൽ വീണ്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകും. എന്നാലും വലിയൊരു റാലി ക്രൂഡ് ഓയിലിൽ ഇനി നമുക്ക് ഉടനൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ കാണുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ഡ്രിവൺ റിയാക്ഷൻ മാത്രമാണ്. S&P 500 ആണ് ഗ്ലോബലിൽ ഏറ്റവും കൂടുതലായി നിരീക്ഷിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ്. ഇത് വെറും ഒരു ഇൻഡെക്സ് മാത്രമല്ല, അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബാരോമീറ്റർ കൂടിയാണ്. ഇതിന്റെ മൂവ്മെന്റ് നോക്കിയാൽ തന്നെ പൂർണ്ണ വിപണിയുടെ ഭാവി അനുമാനിക്കുന്ന മുൻനിര ഇൻവെസ്റ്റേഴ്സുമുണ്ട്. കഴിഞ്ഞ 30 വർഷത്തെ ആവറേജ് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ S&P 500 ഏകദേശം 17 ആയിരുന്നു. പക്ഷെ ഇന്നത്തെ നിലയിലോ ഇത് 21 റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിനു പിന്നിൽ എന്താണ് സംഭവിക്കുന്നത്? അമേരിക്കൻ റിസർച്ചേഴ്സ് നടത്തിയ ഒരു പഠനം പറയുന്നു, കഴിഞ്ഞ 30 വർഷത്തെ മാർക്കറ്റ് ഗ്രോത്ത് 2 പ്രധാന ഘടകങ്ങൾ കൊണ്ട് ഷേപ്പ് ചെയ്തതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ബിസിനസ് പെർഫോമൻസുകൾ, അതായത് കമ്പനികളുടെ ആക്ച്വൽ ഗ്രോത്ത്. രണ്ടാമത്തെ മാർക്കറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് പോലെ പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോയുടെ വർധന. 30 വർഷം പഴയ ഡേറ്റ അനുസരിച്ച് മാർക്കറ്റ് റിട്ടേണിന്റെ 150% വരെ ബിസിനസ് റിയൽ ഗ്രോത്തിൽ നിന്നാണ് വന്നത്. പക്ഷെ കഴിഞ്ഞ 10 വർഷം നോക്കുമ്പോൾ ഇത് കുറച്ച് താഴെയാണ്. അതായത് ഇപ്പോഴത്തെ വലിയ ഔട്ട് പെർഫോമൻസ് ഉണ്ടാക്കുന്ന വാല്യുവേഷൻ പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ വർധനവിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തിനാണ് ഈ റേഷ്യോ സൂചിപ്പിക്കുന്നത്? 1, വിപണി ഇപ്പോൾ എക്സ്പെൻസീവ് വാല്യുവേഷനിലാണ്. 2, റിയൽ ഗ്രോത്ത് കുറയുമ്പോൾ വാല്യുവേഷൻ പ്രീ മാർക്കറ്റിൽ വലിയൊരു ഇമ്പാക്ട് നൽകുന്നുമുണ്ട്. നമുക്ക് മുന്നിൽ നടക്കുന്നത് ഒരു സൈലന്റ് ഹെൽത്ത് ടെക് വിപ്ലവമാണെന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ 2-3 വർഷമായി ലോകത്തെ ഏറ്റവും വലിയ ഇന്നോവേഷനുകൾ ചൈനീസ് ബയോടെക് കമ്പനികളിൽ നിന്നാണ് വരുന്നത്. ക്യാൻസർ റിസർച്ചിലും അതിനെതിരായ നവീന മരുന്നുകളിലും വലിയൊരു മുന്നേറ്റമാണ് അവർ നേടിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ഗ്രൂപ്പുകൾ പോലും ചൈനീസ് കമ്പനികളിൽ നിന്നുള്ള ഡ്രഗുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. 2025 ആദ്യ പകുതിയിൽ മാത്രം ചൈനയിൽ നടന്ന മെർജർ ആൻഡ് അക്വിസിഷൻ ഡീലുകൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? $36 ബില്യൺ. ഇത് ഗ്ലോബലി കാണുമ്പോൾ $67 ബില്യൺ പകുതിയിലധികം ചൈനയിൽ നിന്നുള്ളതാണ്. അതായത് ചൈന ബയോടെക് രംഗത്ത് ആഗോള ലീഡറായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വിശദമായി നോക്കുകയാണെങ്കിൽ പല ബയോടെക് സ്റ്റോക്കുകളും ജാനുവരി മുതൽ ഇതുവരെ 200 മുതൽ 300% വരെ ഗെയിൻ ചെയ്തിട്ടുണ്ട്. ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ R&D ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ ഫാർമ, ബയോടെക്, റിസർച്ച് കമ്പനികൾക്ക് ഒരുപാട് പോസിറ്റീവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ 5 ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾക്ക് സർക്കാരിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നു. ഇതിൽ എല്ലാം മുംബൈയിലാണ് സെറ്റപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന്റെ അർത്ഥം നമ്മുടെ സ്റ്റുഡൻസ് ഇനി വിദേശത്ത് പോയി കോടികൾ ചെലവാക്കേണ്ടതില്ല എന്നാണ്. ഡൊമസ്റ്റിക് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഇവിടെ തന്നെ ഇപ്പോൾ ലഭ്യമാകും. ഇനി നമ്മുടെ എക്കോണമിക്ക് 2 ഗെയിനാണ് ഉണ്ടാക്കുന്നത്. ഒന്നാമതായി വലിയ രീതിയിൽ വിദേശ കറൻസി പുറത്തു പോകുന്നത് കുറയും. രണ്ടാമതായി നമുക്ക് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് എത്തും.
അതും എഡ്യൂക്കേഷൻ സെക്ടറിൽ നല്ലൊരു വളർച്ചയും നൽകും. ഇതിന്റെ റിപ്പിൾ ഇഫക്റ്റ് കൂടുതൽ തൊഴിലവസരങ്ങൾ, അതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പുകൾ, സ്കിൽഡ് യുവജനങ്ങളെ സൃഷ്ടിക്കുന്നതാണ്. ഇപ്പോൾ ലോകമാകെ സംഘർഷങ്ങൾ ശക്തമാകുന്ന ഈ സാഹചര്യത്തിൽ അതിന്റെ ഓവറോൾ പോസിറ്റീവ് ഇമ്പാക്ട് നമ്മൾ കണ്ടു തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് ഡിഫൻസ്, ക്യാപിറ്റൽ ഗുഡ്, ഫാർമസ്യൂട്ടിക്കൽ, ഫിനാൻഷ്യൽ സെക്ടറുകളിൽ. ഇന്ത്യയുടെ ഡിഫൻസ് കമ്പനികൾ ഇന്നലെ വരെ നാം അവഗണിച്ചുകൊണ്ടിരുന്ന നിലയിൽ നിന്ന് ഇപ്പോൾ ഗ്ലോബൽ ലീഡർഷിപ്പിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനുമായുള്ള മുൻകാല യുദ്ധാനുഭവങ്ങളും നമ്മളുടെ സംരംഭങ്ങളെ കൂടുതൽ സുരക്ഷിതവും കരുത്തുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. വാറിന്റെ പിന്നാലെ മെഡിക്കൽ സ്പെൻഡിംഗ് ഗണ്യമായി ഉയരുന്നുണ്ട്. അതിനാൽ മരുന്നുകൾക്കും മറ്റു ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകൾക്കുമുള്ള ഡിമാൻഡ് കൂടുതലാണ്. RBIയുടെ പോസിറ്റീവ് അനൗൺസ്മെന്റുകളും അതിൽ ഉൾപ്പെടുന്ന ഗോൾഡ് ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസികൾ എല്ലാം തന്നെ നമ്മുടെ സൊസൈറ്റി നല്ല രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഗ്ലോബൽ സംഘർഷങ്ങൾ, അനൗൺസ്മെന്റുകൾ, ട്രംപിന്റെ താരിഫ് തന്ത്രങ്ങൾ എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് ഒരു സ്വീറ്റ് സ്പോട്ട് എന്നായി നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം നമ്മുടേത് ഡൊമസ്റ്റിക് കൺസപ്ഷൻ ഡ്രിവൺ എക്കോണമിയാണ്. എക്സ്പോർട്ടിൽ ബാധിക്കപ്പെടുമ്പോഴും നമ്മുടെ വിപണിക്ക് അത് അത്ര ഇമ്പാക്റ്റ് ആവുന്നില്ല. മുൻപ് പറഞ്ഞ പോലെ തന്നെ ട്രംപ് അനൗൺസ്മെന്റുകൾ പിന്നെ മാറ്റിയാലും അത് അത്രത്തോളം നമ്മൾ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം നമ്മളെ പറ്റി ഫോറിൻ പോർട്ട്ഫോളിയോ മാനേജറിന്റെ അഭിപ്രായം വരെ ഇന്ത്യ ഇസ് എ സേഫസ്റ്റ് മാർക്കറ്റ് റൈറ്റ് നൗ എന്നാണ്. മാർക്കറ്റ് കുറയുന്ന ഓരോ തവണയും നിങ്ങൾ ബൈ ചെയ്യാനുള്ള ഒരു അവസരമായി കണക്കാക്കണം. ഇനി ശക്തമായ റാലികൾ വരും. നിഫ്റ്റിയും സെൻസസും ദീപാവലിക്ക് മുൻപ് പുതിയ റെക്കോർഡുകൾ ഹൈറ്റ് ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് ഇൻ കമന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.